ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഴയ പോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു കണ്ടന്റ് എടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും യൂട്യൂബ് മുഴുവൻ ഇതുവരെയും ബിഗ് ബോസ് തീർന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ബിഗ് ബോസിന്റെ വീഡിയോസ് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാനും ചെയ്യാമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് കഴിഞ്ഞു. ബിഗ് ബോസിൽ വിജയിച്ചത് അനുമോളാണ്. അനുമോള് സന്തോഷത്തോടെ കപ്പും കാറും ഒക്കെ വാങ്ങി വീട്ടിൽ പോയി. പക്ഷേ അനുമോളുടെ വിജയം ഉൾക്കൊള്ളാൻ ഇതുവരെയും ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരുന്ന കോ കണ്ടസ്റ്റൻസിന് കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ ചാനലുകളിൽ എല്ലാവരും ഒന്നുമില്ല, കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബിൻസി, ജിഷിൻ സാറിനെ ഒന്നും പറയാതിരുന്നിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അനുമോൾക്കത്ത് നല്ലൊരു കുത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലും ബിൻസിയും ശാരികയാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവർക്ക് പബ്ലിസിറ്റി. ജിൻസിയൊക്കെ സംബന്ധിച്ചിടത്തോളം 16 ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നിട്ട് അധികം ആരും അറിയാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പുറത്ത് വന്നതിന് ശേഷമാണ് ബിൻസി കൂടുതൽ പബ്ലിസിറ്റി നേടിയത്. അപ്പോൾ ആ ഒരു പബ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നെഗറ്റീവ് പബ്ലിസിറ്റി എങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ബിൻസി മുന്നോട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ സീസണുകളിലെല്ലാം അപേക്ഷിച്ച് ഈ സീസണിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസൺ കഴിഞ്ഞിട്ടും സീസണിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഇപ്പോഴും നല്ല രീതിയിലുള്ളൊരു വരുമാനത്തിന് ഉള്ളൊരു വഴി അവർ തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ സീസണുകളിലൊന്നും എനിക്ക് തോന്നുന്നു 2-3 പേര് മാത്രമേ യൂട്യൂബുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴുണ്ടായ കണ്ടസ്റ്റൻസും യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാര്യമാണ്. അവർക്കും യൂട്യൂബ് വഴി ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ബിഗ് ബോസിനുള്ളിൽ ഇവരുണ്ടായിരുന്നപ്പോഴും ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത് അനുമോളെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴും കണ്ടന്റ് അനുമോള് തന്നെയാണ്. ബിഗ് ബോസിനുള്ളിലും കണ്ടന്റ് അനുമോള് തന്നെയായിരുന്നു. പുറത്ത് എല്ലാവരും ഇന്റർവ്യൂവും അവരവരുടെ ചാനലുകളിലും വന്നിരുന്ന് ഇങ്ങനെ അനുമോളെ കുറ്റം, PR-നെയും അനുമോളിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ PR ഇല്ലാതെ ഒരു കണ്ടസ്റ്റന്റിന് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മുന്നോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശൈത്യ അവിടെ നിന്നതും ബിൻസി പുറത്തായതും അങ്ങനെ ജിഷിൻ പുറത്തായതൊക്കെ. അപ്പൊ PR അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബിഗ് ബോസ് വിന്നർ ആകാൻ വേണ്ടിയിട്ട് വോട്ട് മറിച്ചു കൊടുക്കാനൊന്നും ഒരു PR-നും പറ്റത്തില്ല. നമ്മൾ അനുമോളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അനുമോൾക്ക് കുറെ വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരു ആക്ട്രസ് ആണ് അനുമോൾ എന്ന് പറയുന്നത്. ഇപ്പം ഇവർക്കൊക്കെ ഉള്ള മറുപടിയായിട്ട് അനുമോൾ ഒരു ലൈവ് വന്നിരുന്നു. അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പ്രവീണുമായിട്ട് ഒരു ലൈവ് വന്നിരുന്നു. ആ യൂട്യൂബ് ചാനലിൽ ലൈവ് വന്ന ഉടനെ തന്നെ ഏതാണ്ട് 11,000 ആൾക്കാരാണ് ആ ലൈവിൽ ഓൺ ദ സ്പോട്ടിൽ, അതായത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ആ ലൈവ് കാണാനായിട്ട് 11,000 ആൾക്കാരുണ്ടായിരുന്നു. ഒരു ലൈവിൽ 11,000 ആൾക്കാർ വീഡിയോ കാണാനായിട്ട്, അത് നല്ല രീതിയിലൊരു പോസിറ്റീവ് പബ്ലിസിറ്റി ഉള്ളൊരു ആളുടെ ഇതിൽ 11,000 ആൾക്കാർ ആ ലൈവിന്റെ സമയത്ത് വന്ന് കാണാനിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ യൂട്യൂബ് വീഡിയോയിൽ ലൈവ് ഒരുപാട് ആൾക്കാർ ഇടുന്നതും നമ്മളും ഒക്കെ ലൈവിൽ വന്നിരിക്കുന്നവരാണ്. എത്ര പേര് നമ്മളെയൊന്നും അവരുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. എങ്കിലും ഞാൻ പറയാം, ഒരു 11,000 ആൾക്കാർ ആ ലൈവ് കാണാൻ വന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഫാൻ ബേസ് അത്രയ്ക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മണിക്കൂറുകൾക്കുള്ളിൽ 4 to 5 ലക്ഷം ആൾക്കാരാണ് ഒരു 5 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ ലൈവ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ 4 to 5 ലക്ഷം ആൾക്കാരാണ് അത് കണ്ടത്. പിന്നെ അത് ജിഷിൻ പറയുന്നൊരു കാര്യമുണ്ട്. ആങ്കറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കാണുമായിരുന്നു, അതായത് ലൈവ് കാണുമായിരുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു, അങ്ങനെ വോട്ട് ചെയ്യുന്നത് വളരെ കുറവാണെന്ന്. ഈ കഴിഞ്ഞ സീസണുകളിലെ എല്ലാം അപേക്ഷിച്ച് ഈ സീസണിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവ് കണ്ട ഒരേ ഒരു സീസൺ ഈ കഴിഞ്ഞു പോയതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ഈ കഴിഞ്ഞ സീസണുകളിൽ ഒന്നും ലൈവ് കണ്ടിട്ടുള്ള ഒരാളല്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ കണ്ടിന്യൂസ് ലൈവ് കാണുന്ന ഒരാളായിരുന്നു. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള അനുമോൾക്കെന്നല്ല, എനിക്ക് ഇഷ്ടമുള്ള ആ ഒരു വീക്കിൽ കാണുമ്പോൾ ആരാണ് ജെനുവിൻ എന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ലാസ്റ്റ് ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അനുമോൾക്ക് തന്നെ ആയിരുന്നു വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആ കുട്ടി ആ ഹൗസിനുള്ളിൽ അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അത് വിന്നർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് ലക്ഷക്കണക്കിന്
വീട്ടമ്മമാർ അതിന് വോട്ട് ചെയ്തു എന്നുള്ളതിന് തെളിവായിട്ട് തന്നെ ആ കുട്ടിയുടെ വീഡിയോസിന്റെ അടിയിലും ഈ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്ന ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ വീഡിയോസിനടിയിലും അവർ ഒരുപാട് ആൾക്കാർ കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങൾ വീട്ടമ്മയാണ്, ഞങ്ങൾ അനുമോൾക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് നടന്ന സമയത്ത് ഇങ്ങനെയുള്ള കമന്റ്, അനുമോൾക്ക് സപ്പോർട്ടായിട്ടുള്ള കമന്റ് വരുമ്പോൾ നമ്മൾക്ക് വിചാരിക്കാമായിരുന്നു അത് പി ആർ ആയിട്ടുള്ള ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നതാണെന്ന്. ഇപ്പോഴും പി ആറുകൾ വന്ന് കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിഗ് ബോസ് കഴിഞ്ഞു, അനുമോള് കപ്പും തൂക്കി. ഇവര് ഈ ബിൻസി ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, അല്ലെ മറ്റാരോ ആയിക്കോട്ടെ, അവരൊക്കെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. അവർക്ക് ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്തായാലും ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസ് തുടങ്ങുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ വീഡിയോസ് അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു 30,000 ആൾക്കാർ ഒന്ന് വീഡിയോസ് കണ്ടാലും അവർക്ക് നല്ലൊരു ഏണിങ്സ് യൂട്യൂബ് വഴി ഉണ്ടാകും. ആ ഏണിങ്സ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അവരുടെ ആ നെഗറ്റീവ് ഇമേജ് ഒന്ന് മാറ്റി പോസിറ്റീവ് ഇമേജിലേക്ക് ഒന്ന് വന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ ഒരു പബ്ലിസിറ്റി കുറെ കാലം നീണ്ടു നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയ ഒട്ടും മിക്ക കണ്ടസ്റ്റൻസും പറയുന്നത് ഞങ്ങൾ ആരും എപ്പിസോഡ് കണ്ടിട്ടില്ല. എപ്പിസോഡ് കാണാൻ ഞങ്ങൾക്ക് വിഷമമാണ്, കണ്ടാൽ വിഷമമാകും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ വീട്ടിനുള്ളിൽ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും എന്നാണ് കൂടുതലായിട്ട് കണ്ടസ്റ്റൻസും പറയുന്നത്. പക്ഷെ നമ്മൾ തന്നെ ആയാലും ഒരു 10-20 പേരുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെയിൽ നമ്മളെ ഒരു ആൾക്കൂട്ടത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ ചിലപ്പോൾ നമ്മളല്ലാതായി നമ്മൾ ഈ പറയുന്ന രീതിയിലൊന്നും നമുക്ക് ആ വീട്ടിനുള്ളിൽ പെരുമാറാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളത് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ആ വീഡിയോസ് കണ്ടാലേ നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റുകൾ എന്താണ്, നമ്മുടെ ശരിഭാഗങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ ആ വീഡിയോ നമ്മൾ കാണണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവർ ചെയ്ത ശരി എന്താണ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും എപ്പിസോഡ് കണ്ടില്ല, ഞങ്ങൾക്ക് എപ്പിസോഡ് കണ്ടാൽ വിഷമം വരും. അപ്പം എപ്പിസോഡ് കണ്ടാൽ മാത്രമല്ലേ അവരുടെ ഭാഗം വിലയിരുത്താനും അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും ഉള്ള ഒരു അർഹത വരുന്നുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുമുള്ളൂ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.